ഉപനിഷത്തിലെ അഞ്ചാം വല്ലി ആണ് നമ്മൾ പകുതി ചർച്ച ചെയ്തത്. അഞ്ചാം വല്ലിയിൽ നചികേതസിൻ്റെ ചോദ്യത്തിന് നേരിട്ട് തന്നെ വ്യക്തമായ ഉത്തരം നൽകുന്നു. ആഗ്രഹങ്ങൾ അവസാനിക്കാതെ ചിത്തം ബാക്കി നിൽക്കുന്ന ഒരാൾക്ക് മരണവേളയിൽ അയാളുടെ ചിത്തം എന്താഗ്രഹിക്കുന്നോ അതനുസരിച്ച് ഒരു ഭ്രമജീവിതം വീണ്ടും തുടരും. ആ ചിത്തത്തിൽ ഒരു സത്യം പ്രതിബിംബിക്കുന്നു. ആ സത്യം ജനിച്ചതല്ല, മരിക്കില്ല. മരണം കൊണ്ടൊന്നും ആ സത്യത്തിന് ഒരു കേടും സംഭവിക്കുന്നില്ല. ആ സത്യത്തെ വ്യക്തമായി ശുദ്ധമായി ഒന്നറിയാൻ പറ്റുമോ? ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്നലെ അവസാനം തുടങ്ങി വെച്ച മന്ത്രം. യേഷ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിതാ സർവേ തദു നാത്യേതി കശ്ചന. യേഷ സുപ്തേഷു ജാഗർത്തി. നമ്മുടെയൊക്കെ ഉറക്കം, നമ്മുടെ അനുഭവങ്ങൾ വിശകലനം ചെയ്തു നോക്കുക. ഉറക്കം എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര, സ്വപ്നം പോലും ഇല്ലാത്ത ഗാഠമായ ഉറക്കം. ആ ഉറക്കത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ സകല ജീവികൾക്കും തുല്യമായ അനുഭവം. അമീബ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ ഗാഠനിദ്രയിൽ ഒരേ അനുഭവം. ഏത് കടുവയ്ക്കും സിംഹത്തിനും ആ അനുഭവം, ഏത് കള്ളനും സന്യാസിക്കും ഒരേ അനുഭവം, അദ്വൈതാനുഭവം. അവിടെ രണ്ടില്ല. എന്താ കാര്യം? ഒരാളിനോട് അവിടെ ഉള്ളത് സുഖമയമായ ബ്രഹ്മം മാത്രം. സകല ജീവികളും ഉറക്കത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ജീവൻ. ഇതാണ് ഉപനിഷത്തുകളുടെ സിദ്ധാന്തം. ബ്രഹ്മവും അതിനെ മറച്ചിരിക്കുന്ന ഒരു മറയും. എങ്ങനെ അറിയാം? അനുഭവം കൊണ്ടറിയാമല്ലോ. ഉണർന്നു വന്ന ഒരാളിനോട് ചോദിച്ചാൽ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല. ഏത് ജീവി ഉറങ്ങിയാലും ഇതാണ് അനുഭവം. ഈ അനുഭവത്തെ എന്തുകൊണ്ട് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുന്നില്ല? ഒരേ സുഖം. ഗാഠനിദ്രയിൽ ഒരു കൊള്ളക്കാരനും ഒരു സന്യാസിയും ഒരു ജീവൻ മുക്തനും ഒക്കെ ഒരേ ഒരു സുഖം, അല്ലാതെ പല സുഖമല്ല. ഒന്നും അറിഞ്ഞില്ല, പക്ഷെ ആ സുഖം അനുഭവിച്ചു. അനുഭവവേളയിൽ അറിയുന്നില്ല, പക്ഷെ ഉണരുമ്പോൾ ഓർമ്മിക്കുന്നു. അനുഭവിക്കാത്തത് ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വ്യക്തം സുഖം മാത്രം. പക്ഷെ അതിനെ അറിവില്ലായ്മ എന്ന ഒരു മൂടുപടം മറച്ചിരുന്നു. നമുക്ക് തന്നെ അനുഭവമില്ല, ഒരു കറുത്ത മൂടുപടം. ആ മൂടുപടത്തിനപ്പുറമാണ് ഈ സുഖം. ഉറക്കം എണീറ്റ് വരുമ്പോൾ സ്പഷ്ടമായി അത് അനുഭവിക്കുന്നു. പക്ഷെ ഉറക്കം എണീറ്റ് വരുമ്പോൾ കടുവയാണ് ഉറങ്ങിയതെങ്കിൽ കടുവയായിട്ട് തിരിച്ചു വരുന്നു. എന്താ കാര്യം? ആ സത്യവും അതിനെ മൂടിയിരിക്കുന്ന മറയിൽ ആരാണോ ഒളിഞ്ഞിരുന്നത്, എന്തൊക്കെയാണോ ഒളിഞ്ഞിരുന്നത്, അതും കൊണ്ടാണ് വരുന്നത്. ആ മറയാണ് ഈ ഭ്രമജീവിതമായി പ്രത്യക്ഷപ്പെടുന്നത്.
നമ്മുടെ ഉള്ളിൽ എന്തെന്തൊക്കെ ഉണ്ടായിരുന്നോ ഉറങ്ങുന്ന സമയത്ത് അത് ഒരു മറയായി ലയിച്ചുപോയി. എല്ലാ ചിന്തകളും, വ്യക്തിത്വം, അതിനോട് ചേർന്നുള്ള ആഗ്രഹങ്ങൾ സകലത്തും ഒരു മറയായി. നമ്മൾ ഈ വിദ്യാരണ്യസ്വാമികളും മറ്റും പറയുന്നുണ്ട്, ഉണർന്നിരുന്നപ്പോൾ അതൊക്കെ വ്യക്തമായി ചിന്തകൾ ആയിരുന്നു. അത് ഈ മാവ് ചപ്പാത്തി പരത്തില്ല, അരി പ്രത്യേകം അരിമണികൾ ആയിരുന്ന അത് അങ്ങനെ ചേർത്ത് പരത്തിയപ്പോൾ ഒരു ചപ്പാത്തി. അതുപോലാണ് പ്രത്യേകം തോന്നിയിരുന്ന ചിന്തകളും ഞാനെന്ന ഭാവവും സകലത്തും ഒരിരുണ്ട മറയിൽ ലയിക്കുന്നു. ആ മറയ്ക്കപ്പുറമിരുന്ന് സുഖം മാത്രം അനുഭവപ്പെടുന്നു. ആ സുഖമാണ് ബ്രഹ്മം. ബ്രഹ്മം ആനന്ദമാണ്, സുഖമാണ്. കം ബ്രഹ്മ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. കം എന്ന് വെച്ചാൽ സുഖം. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ. ആനന്ദമാണ്, ശുദ്ധമായ ആനന്ദമാണ് ബ്രഹ്മം. അതെല്ലാവരും അനുഭവിക്കുന്നു, ഒരു ഭേദവും കൂടാതെ. ഏത് ജീവിയാണെന്നൊന്നും ഒരു പ്രശ്നമില്ല ഉറക്കത്തിൽ. അതാണ് പിന്നെ ഉപനിഷത്ത് പറയുന്നത്, യേഷ സുപ്തേഷു ജാഗർത്തി. ഉറങ്ങിക്കിടക്കുന്നവരിൽ ഏതൊരു പുരുഷനാണോ ബോധമാണോ ഉണർന്നു വർത്തിക്കുന്നത് ആനന്ദം അനുഭവിക്കുന്നു. തൽക്കാലം അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ മറയാണ് അജ്ഞാനം. ബോധവും അതിനെ മറയ്ക്കുന്ന അജ്ഞാനവും രണ്ടും ഉറക്കത്തിൽ സ്പഷ്ടമായി നമുക്ക് അനുഭവപ്പെടുന്നു. ഉണർന്നു വരുമ്പോൾ ആ അജ്ഞാനമാണ് പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെടുന്നത്. നേരെ മറിച്ച് ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഈ അജ്ഞാനത്തെ അകറ്റി സർവം ബ്രഹ്മമയമെന്ന് ഉറപ്പ് വരുത്തിയ ആൾക്ക് അങ്ങനെ ഒരു ഉറക്കമില്ല. അദ്ദേഹം എപ്പോഴും ഈ ബ്രഹ്മത്തെ തന്നെ അനുഭവിക്കുമ്പോൾ അറിഞ്ഞ് ഉറക്കത്തിൽ അത് പറ്റുന്നില്ല സാധാരണക്കാർക്ക്. കാരണം ഈ അജ്ഞാനത്തിൻ്റെ മറ. എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചിന്തിച്ചിരുന്നു അതൊക്കെ മറയായി അവിടെ കിടക്കുകയാണ്. ഈ ഉപ്പും മറ്റും വെള്ളത്തിൽ ലയിക്കും പോലെ. വെള്ളത്തിൽ ഉപ്പ് ലയിച്ചാൽ ഉപ്പുണ്ടെന്നറിയില്ല. നേരെ മറിച്ച് അത് ക്രിസ്റ്റൽസായി തിരിഞ്ഞു വരുമ്പോൾ വീണ്ടും അതേ ഉപ്പ് തന്നെ തിരിഞ്ഞു വരുന്നു. ഇതുപോലെ കടുവ ഉറങ്ങിയാൽ കടുവ ഉണർന്നു വരും. അത് ചില ചോദിച്ചേക്കാം, ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് പിന്നെ എന്താ ഇങ്ങനെ ഭേദം? ബ്രഹ്മത്തെ പ്രാപിച്ചു, ബ്രഹ്മം എപ്പോഴും ഉണ്ട്. പക്ഷെ ഉണർന്നിരുന്നപ്പോൾ നിങ്ങൾ ഈ അജ്ഞാനജന്യങ്ങളായ ഭ്രമങ്ങളെ സത്യബോധം ഉൾക്കൊണ്ട് എന്തുകൊണ്ട് അകറ്റിയില്ല? അതകറ്റു. നിങ്ങൾക്ക് ഉറക്കം വലുതായിട്ടുണ്ടാവില്ല. പേടിക്കേണ്ട, ഉറക്കമില്ലെന്ന് വിചാരിച്ച് ഉറക്ക ഗുളികയൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ആനന്ദം മാത്രം. ഗീത തന്നെ പറയുന്നുണ്ട്, യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി. ഈ ബോധം സാക്ഷാത്കരിച്ചയാൾ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നു. എവിടെ? ആ സത്യത്തിൽ ഉണർന്നിരിക്കുന്നു, എപ്പോഴും ആ സത്യത്തിൽ. അപ്പോൾ ഇത് വിശകലനം ചെയ്തിട്ട് ഈ മറ അകറ്റുക. അത് ഉറക്കത്തിലൊക്കില്ല, സ്വപ്നത്തിലും ഒക്കില്ല. ജാഗ്രത്തിൽ ബോധപൂർവം ഒക്കെ ഈശ്വരൻ എന്നുറപ്പിച്ച്, ബോധം എന്നുറപ്പിച്ച് ഭേദചിന്ത ഉപേക്ഷിക്കുക. ഉറക്കത്തിൽ ഈ മറ പിന്നെ വലുതായിട്ടുണ്ടാവില്ല. ഇത് ഉണർന്നിരിക്കുമ്പോൾ ചെയ്യണം. എന്താ പ്രയാസം? ഓരോ ദിവസവും നമ്മൾ പറയാറില്ലേ, ഭേദചിന്ത എത്ര കണ്ട് മാറി, രാഗദ്വേഷം എത്ര കണ്ട് കുറഞ്ഞു. അത് കുറയും തോറും ഈ ഉറക്കത്തിലെ മറയ്ക്ക് കട്ടി കുറഞ്ഞു വരും. ഭേദചിന്തകളും രാഗദ്വേഷവുമാണ് അജ്ഞാന മറയായി ഉറക്കത്തിൽ ഗാഠനിദ്രയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്.
അതാണ് ഉപനിഷത്ത് പറയുന്നത്, യേഷ സുപ്തേഷു ജാഗർത്തി. ആരാണോ ഉറങ്ങിക്കിടന്നവരിൽ ഉണർന്നു വർത്തിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. ഉണർന്നാൽ ഉടൻ ഓർമ്മിക്കുന്നു, നല്ല സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അതാണ് മറ. ഒന്നും അറിഞ്ഞില്ല, പക്ഷെ സുഖം അനുഭവിച്ചു. എങ്ങനെ അറിയാം? ഓർമ്മിക്കുന്നു. അനുഭവിക്കാത്തത് ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉറക്കത്തിൽ നമ്മളൊക്കെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ജീവൻ, ഞാൻ എന്ന ജീവൻ നമ്മിൽ മാത്രമല്ല, ഏത് ദുഷ്ടനിലും ഏത് ജന്തുവിലും ഏത് ദേവനിലും ഗാഠനിദ്രയിൽ അവർ ബ്രഹ്മത്തെ പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് യേഷ സുപ്തേഷു ജാഗർത്തി. ആരാണോ ഉറങ്ങിക്കിടന്നവരിൽ ഉണർന്ന് സുഖരൂപത്തിൽ ഉണർന്ന് വർത്തിക്കുന്നത്, കാമം കാമം പുരുഷോ നിർമ്മിമാണ. ആ പുരുഷൻ തന്നെയാണ് ഉണർന്നു വരുമ്പോൾ ഈ അജ്ഞാനമറയിൽ നിന്നും കാമം കാമം നിർമ്മിമാണ്. ഉണർന്നു വരുമ്പോൾ ഇന്നലെ അവിടെ പോയി അവനെൻ്റെ ശത്രുവാണ്, ഇവനെൻ്റെ മിത്രമാണ്, അവനെ നശിപ്പിക്കണം, ഇവനെ വളർത്തണം, എനിക്കത് പിടിച്ചടക്കണം. നേരം വെളുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉറക്കത്തിന് മുമ്പുണ്ടായിരുന്ന ചിന്തകളെല്ലാം വീണ്ടും വരുന്നു. ഈ ബോധം അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ ഭ്രമജീവിതം തുടരുന്നു. ഇത് ഉണർന്നിരിക്കുമ്പോൾ മാറ്റിയാൽ മാറ്റി, അല്ലാതെ ഒരു സ്വർഗത്ത് പോയും ഒരിടത്ത് പോയും ഈ അജ്ഞാനത്തെ മാറ്റാൻ സാധ്യമല്ല. യേഷ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ്. ഈ ഉറങ്ങിക്കിടക്കുന്നവനിൽ ഉണർന്നിരിക്കുന്ന വസ്തു തന്നെയാണ് ബ്രഹ്മം, ബോധം. തദേവ ശുക്രം, അത് നിർമ്മലമായ വസ്തു. ശുക്രം എന്ന് വെച്ചാൽ അതിശുദ്ധം. തദേവ ശുക്രം തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. നമ്മളൊക്കെ ദിവസേന ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് തിരിച്ചു വരികയാണ്. പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് ഈ അജ്ഞാനത്തിൻ്റെ ലഗേജ് ഒക്കെ കൊണ്ടുപോയി, അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുന്നു. ഉണർന്നിരുന്നപ്പോൾ അതൊക്കെ ചിലവാക്കി അങ്ങ് തീർത്താൽ, കർമ്മം ചെയ്ത് വാസനയെ ക്ഷയിപ്പിച്ചാൽ ഈ ഉറക്കത്തിൻ്റെ അജ്ഞാനമറ മാറിക്കിട്ടും. യേഷ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേവ ശുക്രം, അതതിശുദ്ധമായ ആനന്ദവസ്തു. തദേവ ശുക്രം തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. അല്ല, ബ്രഹ്മം നമുക്കാർക്കും പിടികിട്ടാത്ത വസ്തുവൊന്നുമല്ല. ബ്രഹ്മം ശുദ്ധബോധം, ശുദ്ധാനന്ദം, അതാണ് ബ്രഹ്മ. തദേവ ബ്രഹ്മ, തദേവ തദ് ബ്രഹ്മ തദേവ അമൃതമുച്യത്തെ. അതിനെയാണ് അമൃതം. കാരണം അത് ജനിക്കുന്നതല്ല, അത് ജീർണിക്കുന്നതല്ല, അത് മരിക്കുന്നതല്ല. മരണാനന്തരം എന്ത് സംഭവിക്കുമെന്നാണല്ലോ നചികേതസിൻ്റെ ചോദ്യം. നചികേതസെ, മരണാനന്തരം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. മരണം എന്ന് പറയുന്നത് നിത്യവും ആനന്ദസ്വരൂപമായ വസ്തുവിൽ മാറി മാറി വരുന്ന നാമരൂപങ്ങൾ. ഒരു നാമരൂപം പൊന്തുമ്പോൾ ജനനം തോന്നുന്നു, ആ നാമരൂപം പോകുമ്പോൾ മരണം തോന്നുന്നു. അതിനാസ്പദമായ വസ്തു ജനിക്കുന്നതല്ല, ജീർണിക്കുന്നതല്ല, മരിക്കുന്നതല്ല, ശുദ്ധാനന്ദം. ഇതാണ് ആ ചോദ്യത്തിന് യമൻ്റെ അന്തിമമായ മറുപടി. തദേവ ബ്രഹ്മ തദമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിത സർവേ. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് അതിലാണ്. അതതിൻ്റെ സങ്കല്പം അനുസരിച്ച് ഉണ്ടെന്ന് തോന്നും. ഓരോ ലോകവും അനുഭവിക്കുന്ന ജീവിയുടെ സങ്കല്പമനുസരിച്ച് ഉപകരണങ്ങൾ കാട്ടുന്ന ഭ്രമങ്ങളാണ്. മനുഷ്യ ശരീരം എന്ന ഉപകരണത്തിന് മനുഷ്യലോകം, പട്ടി ശരീരത്തിൻ്റെ ഉപകരണം ഉണ്ടാക്കുന്ന പട്ടി ലോകം. ഇങ്ങനെ ഓരോന്നും. ലോകം എവിടെയും ഉണ്ടാവാം, എപ്പോഴും ഉണ്ടാവാം. ഉപകരണം ഉണ്ടാക്കി കാണിക്കുന്ന വെറും ഭ്രമം. അങ്ങനെ ഒരു ലോകമേ ഇവിടെ ഇല്ല, ഒരു ലോകവുമില്ല.
ഉള്ളതൊരേ ഒരു വസ്തു മാത്രം. തദേവ ബ്രഹ്മതം തദ്ബ്രഹ്മാമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിത സർവേ. സകല ലോകങ്ങളും അല്ലയോ നചികേതസേ ആ സത്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. തതു നാത്യേതി കശ്ചന, ഒന്നും അതിനെ കടന്നു പോവില്ല. ആ സത്യത്തെ കടന്നു പോകാൻ ഒന്നിനും സാധ്യമല്ല. ആ സത്യം ഇങ്ങനെ പല രൂപം കൈക്കൊള്ളുമല്ലോ. നചികേതസേ, ഞാൻ ചില ദൃഷ്ടാന്തങ്ങളിൽ കൂടെ നിനക്ക് വിവരിച്ചു തരാം. അഗ്നിരയഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം ബഹുരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതന്തരാത്മാ രൂപം രൂപം ബഹുരൂപോ ബഭൂവ. അഗ്നിയെ നീ കാണുന്നില്ലേ? ഈ ലോകത്തെവിടെയും അഗ്നിയാണ്. പക്ഷെ പല രൂപങ്ങളിൽ അത് പ്രകടമാകുമ്പോൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്നു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി അഗ്നിയാണ്, അത് തേജസ്സാണ് ഇലക്ട്രിസിറ്റിയായി പ്രത്യക്ഷപ്പെടുന്നത്. തേജസ്സാണ് ഫാനിനെ കറക്കുന്നത്, നമ്മുടെ ഗൃഹോപകരണങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്, കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത് ഒക്കെ ഈ തേജസ്സാണ്. അതുകൊണ്ടൊന്നും ആ തേജസ്സല്ലാതാകുന്ന ഒരേ ഒരു വസ്തു ചില ഉപകരണങ്ങളിൽ അത് കടക്കുമ്പോൾ ആ ഉപകരണത്തിനനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ പല വസ്തുക്കളില്ല. അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ, അഗ്നി ഈ ലോകത്ത് കടന്നു വരുന്നു. രൂപം രൂപം ബഹുരൂപോ ബഭൂവ, ഓരോ രൂപവും പ്രത്യക്ഷപ്പെടുമ്പോൾ വേറെ എന്തോ ആണെന്ന് നാം കരുതുന്നു. പക്ഷേ അഗ്നി തന്നെയാണ്. ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അഗ്നി തന്നെയാണ്. രൂപം രൂപം ബഹുരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതന്തരാത്മാ. സകല പ്രപഞ്ച ഘടകങ്ങളിലും